ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ കെജ്രിവാളിന്റെ ഹർജി പരിഗണിക്കുന്നത് വൈകുമെന്നാണ് ഏറ്റവും പുതിയ വാർത്ത. മൂന്നംഗ പ്രത്യേക ബെഞ്ച് പരിഗണിക്കാമെന്നാണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന വ്യക്തമാക്കി. അതേസമയം കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ആം ആദ്മി മന്ത്രിയായ അതീഷ് സൗരവ് ഭരദ്വാജ് എന്നിവരെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടുത്തിയിട്ടില്ല. അവരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കേസിൽ കെ കവിതയ്ക്ക് തിരിച്ചടി. BRS നേതാവിന് സുപ്രീം കോടതി ജാമ്യത്തിനായി സമീപിച്ചിരുന്നു. സുപ്രീം കോടതി കവിതയ്ക്ക് ജാമ്യം നിഷേധിച്ചു. ജാമ്യത്തിനായി വിചാരണ കോടതിയെ സമീപിക്കാനും നിർദ്ദേശം. ജാമ്യാപേക്ഷയ്ക്ക് രാഷ്ട്രീയ നേതാവെന്ന പരിഗണന നൽകാൻ ആവില്ലെന്ന് കോടതി. കെജ്രിവാളിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കും മുൻപ് തങ്ങളുടെ വാദം കേൾക്കണമെന്നാവശ്യപ്പെട്ട് EDയും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് ഗൗതമും ഒപ്പം ജിഷ്ണുവും ഉണ്ടാദ്യം ഗൗതം, സുപ്രീം കോടതിയിൽ നിന്ന് ആം ആദ്മിക്ക് ഇന്നലെ മുതൽ കാര്യമായ ഒരു നേട്ടവും ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ തിരിച്ചടി മാത്രമാണ് ഉണ്ടാകുന്നത്. നേരത്തെ ചീഫ് ജസ്റ്റിസ് ഈ കേസ് കേൾക്കുമെന്ന് പറഞ്ഞിരുന്നാൽ കേസ് മെൻഷൻ ചെയ്ത ശേഷം പ്രത്യേക ബെഞ്ച് പരിഗണിക്കുമെന്ന് പറഞ്ഞു. പ്രത്യേക ബെഞ്ചിൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അല്പസമയം മുൻപ് പുറത്തു വന്ന വാർത്ത കെ കവിത ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് ഇതേ ബെഞ്ചിൽ തന്നെയാണ് സമീപിച്ചെന്നാൽ ജാമ്യാപേക്ഷ നൽകാൻ വിചാരണ കോടതിയെ സമീപിക്കണമെന്ന നിർദ്ദേശമാണ് കോടതി മുന്നോട്ട് വെച്ചത്. മാത്രമല്ല കോടതി പറഞ്ഞൊരു പ്രസക്തമായ ഭാഗം കൂടിയുണ്ട്. രാഷ്ട്രീയ നേതാവെന്ന പരിഗണന ജാമ്യാപേക്ഷയിൽ നൽകാൻ സാധിക്കില്ല എന്ന്. ഇതേ ബെഞ്ച് തന്നെയാണ് അല്പസമയത്തിനകം കെജ്രിവാളിന്റെ കേസും പരിഗണിക്കുന്നത്. ജസ്റ്റിസ് ഖന്നയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ചാണ് അരവിന്ദ് കെജ്രിവാളിന്റെ പെറ്റീഷനും പരിഗണിക്കാനിരിക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെ ഡൽഹി മദ്യനയ അഴിമതി കേസിൽ തന്നെയാണ് കെ കവിതയുടെ ജാമ്യാപേക്ഷ ഇതേ ബെഞ്ച് പരിഗണിച്ചത്. ബെഞ്ച് കവിതയ്ക്ക് ജാമ്യം നൽകാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല കീഴ്ക്കോടതിയെ വേണം സമീപിക്കാൻ എന്ന നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇത് സ്വാഭാവികമായും അരവിന്ദ് കെജ്രിവാളിന്റെ വിഷയത്തിലും ഇതേ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആം ആദ്മി പാർട്ടിക്ക് അത് വലിയ ക്ഷീണമാണ്. കാരണം കീഴ്ക്കോടതികളെ സമീപിച്ച് അവിടെ രക്ഷയില്ലാത്ത സാഹചര്യത്തിലാണ് അരവിന്ദ് കെജ്രിവാൾ ഇന്നലെ രാത്രിയിൽ സുപ്രീം കോടതിയിൽ പെറ്റീഷൻ നൽകിയത്. ആദ്യം തന്നെ സുപ്രീം കോടതി അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്നില്ല. നമുക്കറിയാം അടിയന്തര പ്രാധാന്യത്തോടുകൂടി അർദ്ധരാത്രിയിൽ പരിഗണിക്കണം എന്ന നിലപാട് മുന്നോട്ട് വെച്ചെങ്കിലും അത് കോടതി തയ്യാറായില്ല. പിന്നീട് ഇന്ന് രാവിലെ ചീഫ് ജസ്റ്റിസിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് പരിഗണിക്കണം എന്ന ആവശ്യവും തള്ളി. ചീഫ് ജസ്റ്റിസ് ഇപ്പോൾ അത് ജസ്റ്റിസ് ഖന്നയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ചിലേക്കാണ് ഈ ഒരു പെറ്റീഷൻ സമർപ്പിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും കോടതികളിൽ ആം ആദ്മി പാർട്ടിക്ക് തുടർച്ചയായ തിരിച്ചടി ഉണ്ടാകുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഒപ്പം വലിയ പ്രതിഷേധ നാടകം രാജ്യ തലസ്ഥാനത്ത് ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. അതീഷിയും അതോടൊപ്പം തന്നെ സൗരവ് ഭരദ്വാജും ഒക്കെ അടങ്ങുന്ന നേതാക്കളെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. BJP ആസ്ഥാനത്തേക്ക് നടത്താൻ ശ്രമിച്ച മാർച്ചാണ് ഇപ്പോൾ പോലീസ് ബാരിക്കേഡ് വെച്ച് തടയുകയും ഒപ്പം അതീഷിയെയും സൗരവ് ഭരദ്വാജിനെയും ഉൾപ്പെടെയുള്ള മന്ത്രിമാരെ ഉൾപ്പെടെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നത്. എന്തായാലും ഇനിയും രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, സുപ്രീം കോടതിയിൽ എന്ത് തരത്തിലുള്ള നിലപാടാകും ഈ കോടതി ഈ വിഷയത്തിൽ സ്വീകരിക്കുക എന്നത് ഒരു ഘടകം. 2 മണിക്കാണ് ED ആസ്ഥാനത്ത് നിന്നും ഈ റോസ് അവന്യൂ കോടതിയിലേക്ക് അരവിന്ദ് കെജ്രിവാളിനെ കൊണ്ടുവരുന്നത്. സ്വാഭാവികമായും ED കസ്റ്റഡി കാലാവധി ആവശ്യപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരാഴ്ചയോ 2 ആഴ്ചയോ തങ്ങൾക്ക് കസ്റ്റഡിയിൽ വിട്ടു നൽകണമെന്ന നിലപാടാകും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെയെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കുമോ? രാജിവെക്കാതെ കെജ്രിവാളിന് എങ്ങനെ മുഖ്യമന്ത്രിയായി ജയിലിൽ തുടരാൻ കഴിയും തുടങ്ങി നിരവധി ചോദ്യങ്ങളുണ്ട്. ഇതിന്റെ എല്ലാം ഉത്തരം ഈ 2 കോടതി നടപടികൾക്ക് ശേഷം മാത്രമേ നമുക്ക് കൃത്യമായി വിലയിരുത്താൻ സാധിക്കത്തുള്ളൂ. ഉമേഷ്, ഒപ്പം ഗൗതം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കെ കവിതയോട് കീഴ്ക്കോടതിയിൽ വിചാരണ കോടതിയെ സമീപിച്ചാൽ മതി എന്ന് സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കുന്നു. ഇന്നലെ മുതൽ സുപ്രീം കോടതിയിൽ നിന്ന് കാര്യമായ പരിഗണന ആം ആദ്മിക്ക് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ അർദ്ധരാത്രിയിൽ അതീവ പ്രാധാന്യത്തോടെ പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമ്പോഴും കോടതി അത്തരം പ്രാധാന്യങ്ങളൊന്നും നൽകിയിട്ടില്ല. മാത്രമല്ല അരവിന്ദ് കെജ്രിവാളുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിൽ കൂടുതൽ തെളിവുകൾ ലഭിച്ചു എന്നൊരു അവകാശവാദം EDയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല പല കാര്യങ്ങളിലും പൊരുത്തക്കേടുകൾ നിറഞ്ഞ മൊഴിയാണ് ആം ആദ്മി നേതാവിൻ്റേത്, കെജ്രിവാളിൻ്റെ എന്ന വിവരങ്ങൾ ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത്തരം വിവരങ്ങൾ EDയിൽ നിന്ന് ലഭിക്കുന്നതായി. ഒപ്പം ED സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഹർജി പരിഗണിക്കുന്നതിന് മുൻപ് തങ്ങളുടെ വാദം കൂടി കേൾക്കണമെന്ന്. ഉമേഷ്, അത് തന്നെയാണ്. അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ ഈ സുപ്രീം കോടതിയിലാണെങ്കിലും ഈ റോസ് അവന്യൂ കോടതിയിൽ കീഴ്ക്കോടതികളിലാണെങ്കിലും കെജ്രിവാളിന് ഒരു കാരണവശാലും ജാമ്യം നൽകരുതെന്ന നിലപാടാണ് സ്വാഭാവികമായും സ്വീകരിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് ED ചൂണ്ടിക്കാണിക്കുന്നത് നിരവധി തെളിവുകൾ കെജ്രിവാളിനെതിരെയുണ്ട്. ഈ മദ്യനയ
ക്രമക്കേടിൽ വലിയ തോതിൽ സാമ്പത്തിക ലാഭം ലഭിച്ച വിവിധ കമ്പനികളുണ്ട്. ആ കമ്പനികളുടെ ഉടമസ്ഥരോ അതല്ലെങ്കിൽ കമ്പനികളുടെ ഇടനിലക്കാരുമായി കെജ്രിവാൾ ഉൾപ്പെടെ സംസാരിക്കുന്നതിന്റെ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പക്കലുള്ളത്. സ്വാഭാവികമായും ഈ ഒരു ഘട്ടത്തിൽ കെജ്രിവാളിന് ജാമ്യം നൽകുന്നത് ഇത്തരം തെളിവുകൾ ഉൾപ്പെടെ നശിപ്പിക്കാൻ, പ്രത്യേകിച്ച് ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ തെളിവുകൾ ഉൾപ്പെടെ നശിപ്പിക്കാൻ അത് കാരണമാകുമെന്ന വിലയിരുത്തലാണ് ഇ ഡിക്കുള്ളത്. സ്വാഭാവികമായും ജാമ്യം നൽകുന്നതിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതികളിൽ ശക്തമായി തന്നെ എതിർക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏതായാലും 2-നും 2:30-നും ഇടയ്ക്ക് ഇ ഡി അരവിന്ദ് കെജ്രിവാളിനെയുമായി ഈ വിചാരണ കോടതിയിലേക്ക് എത്തും എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അതേസമയം തന്നെ ആം ആദ്മി പാർട്ടിയുടെ വലിയ പ്രതിഷേധ നാടകം രാജ്യതലസ്ഥാനത്ത് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ധാരാളം പ്രവർത്തകർ രാവിലെ മുതൽ തന്നെ AAP-യുടെ ITOയിലെ ഓഫീസിലേക്ക് എത്തുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് പിന്നീട് ITOയിൽ തന്നെയുള്ള ദീൻദയാൽ മാർഗിലെ BJP ആസ്ഥാനത്തേക്ക് നടത്താൻ ശ്രമിച്ച മാർച്ചാണ് ഡൽഹി പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞത്. ഇതേ തുടർന്ന് ഇപ്പോൾ പ്രവർത്തകരെ അവിടെ നിന്നും നീക്കം ചെയ്യാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. രാജ്യതലസ്ഥാനത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കുവാനുള്ള നടപടിക്രമമാണ് ഡൽഹി പോലീസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. മറ്റൊരു കാര്യം കൂടി ഗൗതം, ഇന്നലെ രാത്രി മുതൽ ഈ ഇന്ത്യ മുന്നണി പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കളുടെ ചില പ്രതികരണങ്ങളൊക്കെ വന്നു തുടങ്ങിയിരുന്നത് അരവിന്ദ് കെജ്രിവാളിനെ രാഷ്ട്രീയപരമായി BJP നേരിടുകയാണ്, കേന്ദ്ര സർക്കാർ അത്തരത്തിൽ അറസ്റ്റിലേക്ക് പോയത് ആ ഒരു പശ്ചാത്തലത്തിലാണ് എന്ന് ഇന്ത്യ മുന്നണി നേതാക്കൾ പറയുന്നു. ഒപ്പം രാഹുൽ ഇത്തരം പരാമർശങ്ങളുമായി രംഗത്ത് വരുന്നു, കുടുംബത്തോടൊപ്പമാണെന്നൊക്കെ പ്രഖ്യാപനം നടത്തുന്നു, അവരുമായി ഫോണിൽ ബന്ധപ്പെടുന്നു. എന്നാൽ ഏതാനും നാളുകൾക്ക് മുൻപ് വരെ കോൺഗ്രസ് നേതാക്കന്മാരുടെ നിലപാട് ഇതായിരുന്നില്ല. മദ്യനയ അഴിമതി കേസിൽ മനഃപൂർവ്വം ED അല്ലെങ്കിൽ CBI പോലുള്ള ഏജൻസികൾ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ച അതേ നാവ് കൊണ്ട് തന്നെയാണ് അറസ്റ്റ് ചെയ്തതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നു, അറസ്റ്റ് ചെയ്തതിനെ രാഷ്ട്രീയ നീക്കമാണ് എന്ന മലക്കം മറിച്ചിലൂടെ പ്രതികരിക്കുന്നത്. ഗൗതം, ഉമേഷ്, ഈ ഒരു വിഷയത്തിൽ ഡൽഹി മദ്യനയ അഴിമതിയിൽ മാത്രമല്ല പല അഴിമതി കേസുകളിലും കോൺഗ്രസ് ആം ആദ്മി പാർട്ടിക്ക് പ്രത്യേകിച്ച് കെജ്രിവാളിനെതിരെ പലപ്പോഴും നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അരവിന്ദ് കെജ്രിവാൾ നമ്പർ 1 കള്ളനാണെന്ന് പ്രചരിപ്പിച്ച ഒരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ 100 കോടിയിലധികം രൂപ അരവിന്ദ് കെജ്രിവാളിന് ലഭിച്ചുവെന്നും ഇദ്ദേഹത്തെ ജയിലിൽ അടക്കണമെന്നും അജയ് മാക്കനെ പോലുള്ള കോൺഗ്രസ് നേതാക്കൾ AICC ആസ്ഥാനത്ത് വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി പലപ്പോഴും പറഞ്ഞ കാര്യം നമുക്കറിയാം. അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ നേരത്തെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. അന്ന് എന്താണ് അജയ് മാക്കനെ പോലുള്ള കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത് എന്നുള്ളത്. പക്ഷേ നിലവിൽ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോഴേക്കും അരവിന്ദ് കെജ്രിവാളിനെ ന്യായീകരിച്ചുകൊണ്ട് INDA മുന്നണിയുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധം ഇപ്പോൾ ED ക്കെതിരെ നടക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ കാരണം നേരത്തെ പ്രധാനമന്ത്രി പറഞ്ഞതാണ് ഏറ്റവും അടിസ്ഥാനപരമായ കാരണം. INDA മുന്നണിയുടെ പല നേതാക്കളും ഇപ്പോൾ ജാമ്യത്തിലാണ്. അവരുടെ പല മുഖ്യമന്ത്രിമാരും എപ്പോൾ വേണമെങ്കിലും സമാനമായ രീതിയിൽ ജയിലിലേക്ക് പോകേണ്ടവരാണ് എന്ന ഭയം മുഴുവൻ INDA മുന്നണി നേതാക്കൾക്കുമുണ്ട്. അതിനാലാണ് അവർ EDയെ കുറ്റപ്പെടുത്തുന്നത് എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. തീർച്ചയായും ആ രീതിയിൽ വേണം കാര്യങ്ങളെ നിരീക്ഷിക്കാൻ. നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ 2 മാസത്തിനിടയിൽ അറസ്റ്റിലാകുന്ന രണ്ടാമത്തെ മുഖ്യമന്ത്രി എന്ന നിലയിൽ INDA മുന്നണിയുടെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയാണിത്. കഴിഞ്ഞ ജനുവരിയിലാണ് ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറന് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. കൽക്കരി ഖനി അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. പിന്നീട് EDയുടെ കസ്റ്റഡിയിലായി. അതിനുശേഷം അവിടെ ചെമ്പായി സോറൻ മുഖ്യമന്ത്രിയായി വീണ്ടും അധികാരമേറ്റത് നമ്മൾ കണ്ടു. ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലാകുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നമുക്കറിയാം സ്വർണ്ണക്കടത്ത്, അതോടൊപ്പം തന്നെ ഡോളർ കടത്ത് തുടങ്ങിയ പല കേസുകളിലും ആരോപണ വിധേയനായി നിൽക്കുകയും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇത്തരം അഴിമതി കള്ളക്കടത്തിൽ ഉൾപ്പെടെ ഇടപെട്ടതിന്റെ തെളിവുകൾ മുൻപ് പല ഘട്ടങ്ങളിലും പുറത്തു വന്നതാണ്. അങ്ങനെ INDA മുന്നണിയുടെ വിവിധ മുഖ്യമന്ത്രിമാരെയും വിവിധ നേതാക്കളെയും നോക്കിക്കഴിഞ്ഞാൽ പല നേതാക്കളും ജാമ്യത്തിലാണ്. പലരും നിരവധി കേസുകളിൽ കേന്ദ്ര ഏജൻസികളുടെ റഡാറിലുള്ള നേതാക്കന്മാരാണ്. സ്വാഭാവികമായും കെജ്രിവാളിന്റെ ഇന്നത്തെ അവസ്ഥ നാളെ തങ്ങൾക്കുണ്ടാകുമോ എന്ന ഭയം ഈ മുന്നണി നേതാക്കൾക്കുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യ മുന്നണി ഇന്ന് രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധം കേന്ദ്ര സർക്കാരിനും ഒപ്പം കേന്ദ്ര ഏജൻസിയായ EDക്കുമെതിരെ നടത്തുന്നത്.